ഹായ് ഫ്രണ്ട്സ്, ബദാം ആരോഗ്യത്തിന് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. വിറ്റാമിൻ ഇ, ആരോഗ്യകരമായ കൊഴുപ്പ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ നിധിയാണ് ബദാം. പക്ഷേ ചില ഭക്ഷണങ്ങളുമായി ചേർത്താൽ ഇതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയോ വിപരീത ഫലം ഉണ്ടാക്കുകയോ ചെയ്യും. ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സിട്രസ് പഴങ്ങൾ അഥവാ ഓറഞ്ച്, നാരങ്ങ പോലത്തെ പഴങ്ങളുമായി ചേർത്ത് ബദാം കഴിച്ചാൽ വിറ്റാമിൻ സി ബദാമിലെ ധാതുക്കളുടെ അഥവാ ഇരുമ്പ്, സിങ്ക് പോലത്തെ ധാതുക്കളുടെ ആഗിരണം തടയുന്നു. അതുമൂലം ഗ്യാസ്, വയറുവേദന, പോഷകാംശ ലഭ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 2, പാലോ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളുമായിട്ടോ ബദാമിന് ചേർത്ത് കഴിക്കുക. അതുമൂലം കഫം വർദ്ധിക്കുകയും ദഹനം മന്ദഗതിയിലാവുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലം ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവർക്ക് ജലദോഷമുണ്ടാക്കുകയും വയറുവീർപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി പഞ്ചസാരയും മധുരപലഹാരങ്ങളുമായിട്ട് ബദാം ഒരാൾ കൂട്ടിച്ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് പഞ്ചസാര ബദാമിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇതുമൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഉപ്പുള്ള ലഘുഭക്ഷണങ്ങൾ, ചിപ്സ് പോലത്തെ ഉപ്പുള്ള ലഘുഭക്ഷണങ്ങളുമായിട്ട് ബദാം ഒരാൾ കൂട്ടിച്ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അധിക സോഡിയം പ്ലസ് ബദാമിൻ്റെ ഫൈബർ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതുമൂലം രക്തസമ്മർദ്ദം, വയറുവീർപ്പ്, ജലത്തിൻ്റെ അമിത സംഭരണം ഉണ്ടാവുകയും ചെയ്യും. 5, സോയ ഉൽപ്പന്നങ്ങളുമായിട്ട് ബദാം ഒരാൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സോയയിലെ ഫൈറ്റേറ്റുകൾ കാൽഷ്യം, ഇരുമ്പിൻ്റെ ആഗിരണം തടയുന്നു. ഇതുമൂലം എല്ലുകളുടെ ആരോഗ്യത്തിന് ദോഷമായി ബാധിക്കുകയും പോഷകാംശ ന്യൂനത ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ എങ്ങനെയാണ് ബദാം കഴിക്കേണ്ടത്? രാവിലെ ഒറ്റയ്ക്ക് അഥവാ ഒരു കുപ്പി 20-25 ഇടയിലുള്ള ബദാം ഒരു ദിവസം കഴിക്കുക. തേന് അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ കഴിക്കാറുള്ള ഭക്ഷണങ്ങളുമായിട്ട് ഇവ ചേർത്ത് കഴിക്കുകയും നമുക്ക് ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബദാമിന് അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ വിദഗ്ധ ഉപദേശം തേടുകയും ചെയ്യുക. ബദാമിൻ്റെ പൂർണ്ണ ഗുണം നേടാൻ തെറ്റായ സംയോജനം നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം.